നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെട്ട ദിലീപ് അമ്മ എന്ന് പറഞ്ഞ സംഘടനയിലേക്ക് കയറി വരാൻ പോവുകയാണ്. അവിടെ രണ്ട് ഉരുക്കു വനിതകൾ. അവരാകെ അങ്കലാപ്പിലാണ്. അവർ പ്രതികരിച്ചിട്ടില്ല. ശ്വേതാ മേനോനും പിന്നൊരു കുക്കൂസോ ആ സ്ത്രീയും രണ്ട് ഉരുക്കു വനിതകളായിരുന്നു അത്രേ. ഇപ്പം അപ്പൂപ്പത്താടി പോലെ പറഞ്ഞു കിടക്കുക, എന്ത് ചെയ്യണമെന്നറിയാതെ. അതിനൊരു അടിസ്ഥാന കാരണമുണ്ട്. സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്, ശ്വാനഹ അസ്ഥികണ്ഠം പ്രാപ്യ നിശബ്ദ ഭവതി. അതുപോലെ ബിഡാലഹ പൂച്ചകൾ, മീനം ലദ്വ മത്സ്യം കിട്ടിക്കഴിഞ്ഞാൽ ശാന്തഹ ഭവതി. പിന്നെ മിണ്ടില്ല, പിന്നെ മ്യാവ് മാവ് പറഞ്ഞിട്ട് നടക്കില്ല. പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ അവൻ്റെ വലിയ കൊരയും ചാട്ടമോട്ടൊക്കെ അവിടെ നിൽക്കും. പൂച്ചയ്ക്ക് വേണ്ടത് മത്സ്യമാണ്, ഉണക്ക മത്സ്യമായാലും കുഴപ്പമില്ല. സിനിമാക്കാരുടെ അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ കയറി വന്നിരിക്കുന്നത് രണ്ട്, അവരുടെ ഭാഷ പറഞ്ഞാൽ ഒഴുക്കു വനിതകൾ, ശ്വേതാ മേനോനും കുക്ലൂസ് ആ പെണ്ണും. ഇപ്പം മിണ്ടാട്ടമില്ല. ദിലീപ് അമ്മയിൽ കയറി വരുമ്പോൾ ഈ രണ്ട് ഉരുക്കു വനിതകൾ കാറ്റത്താടിക്കളിക്കുന്ന വെറും പഞ്ഞി തുണ്ടുകളാകുമെന്ന് ഉറപ്പാണ്. കാരണം മിണ്ടാൻ പറ്റില്ലല്ലോ, കിട്ടിയ സ്ഥാനത്തിന് ഇളക്കം വരാൻ പാടില്ലല്ലോ. നടിയെ ആക്രമിച്ച കേസ് ഇപ്പൊ വിധി വന്നിരിക്കുകയാണ്. ദിലീപ്, പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ദിലീപ്, അദ്ദേഹം ഗൂഢാലോചന നടത്തിയെന്നാണ് പറയുന്നത്. അതിനൊരു തെളിവും കിട്ടിയില്ല, വെറുതെ വിട്ടു. ഇനി അദ്ദേഹം തന്നെ പഴയ രാവണത്തിന് കയറി വരാൻ പോവുകയാണ്. അമ്മയിലേക്ക്, ഫെഫ്കയിലേക്ക് കയറി വരാൻ പോവുകയാണ്. അമ്മയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നത് ആണുങ്ങളൊന്നും ശരിയാവില്ല. ആയതുകൊണ്ട് ഉരുക്കു വനിതകൾ രണ്ടുപേരെ കയറ്റി വെച്ചിരിക്കുകയാണ്. ഒന്ന് ശ്വേതാ മേനോനും പിന്നെ ഒരു കുക്ലൂസും. ആ സ്ഥാനത്തിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, സിനിമാ രംഗത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഈ കുക്ലൂസ് എന്താ പരമേശ്വരനോ മറ്റോ, അതെ. ഇവർ രണ്ടുപേരും ഇപ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ അറിയോ, മിണ്ടാട്ടമില്ല എന്നർത്ഥം. രണ്ട് ഉരുക്കു വനിതകളാണ്. നടിയെ ആക്രമിച്ച കേസിലെ വിധിയിൽ പ്രതികരിക്കാതെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. താരസംഘടനയുടെ നേതൃത്വത്തിലുള്ളത്. അമ്മ പ്രസിഡന്റ് ശ്വേത, പിന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി മറ്റാണ് ഈ കുക്ലൂസ്. അതിൻ്റെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ മിനിഞ്ഞാന്ന് മറ്റൊന്ന് നടന്നു. അതിൽ അമ്മയിൽ ഇനി തിരിച്ചെടുക്കണമല്ലോ, കുറ്റക്കാരനാണെന്ന് കണ്ട് പറഞ്ഞു വിട്ടു. കുറ്റക്കാരനല്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിച്ചെടുക്കണമല്ലോ. അപ്പം അത് അവിടെ ചർച്ച ചെയ്തു. ഇവർ രണ്ടുപേരും ചർച്ച തുടങ്ങി അവസാനിക്കുന്നവരെ മിണ്ടാട്ടം മുട്ടിയിരിക്കുകയായിരുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. ഏതായാലും കോടതി വിധിയെ ബഹുമാനിക്കേണ്ടതുണ്ട്. കോടതി വിധി പ്രകാരം കുറ്റവിമുക്തനായിട്ടുള്ള ദിലീപിനെ തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇതാണ് അവിടുത്തെ തീരുമാനം. ഈ കോടതി വിധിയിൽ അതിനകത്ത് തന്നെയുള്ള വൈസ് പ്രസിഡന്റ് ഒരു സ്ത്രീയുണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല, ഒരു തടിച്ചെടുത്ത സ്ത്രീ. അവർ വളരെ സന്തോഷം തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. ദിലീപ് അന്നും കുറ്റക്കാരനല്ല, ഇന്നും. ലക്ഷ്മി പ്രിയ. അതിനർത്ഥം അതിൻ്റെ കൂട്ടത്തിൽ അവർ ചേർത്ത് പറയും, ദിലീപ് കുറ്റക്കാരനല്ല, എന്നാൽ ഞാൻ ഇരയോടൊപ്പമാണ്. അങ്ങനെയും ആണും പെണ്ണും കെട്ട വർത്തമാനം പറയുന്ന ആൾക്കാരുണ്ട്. ഏതായാലും താരസംഘടനയിൽ ഈ അമ്മയിൽ ഇദ്ദേഹം അവിടെ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ ഇവിടുത്തെ ട്രഷററായിരുന്നു, ഖജാൻജിയായിരുന്നു. അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ
ദിലീപിന് പിന്തുണയും പ്രഖ്യാപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അമ്മ നിലനിൽക്കുന്നത്. അതിജീവിതയ്ക്ക് വലിയ രൂപത്തിലുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളം ദർബാർ ഹാൾ മൈതാനിയിൽ ചേർന്ന വലിയ യോഗം, അതിൽ ദിലീപ് പങ്കെടുത്തിരുന്നു. അവിടെ വെച്ചിട്ടാണ് മഞ്ജു വാര്യരുടെ ഒരു പ്രസ്താവന, ഇത് ആസൂത്രിതമാണ് എന്നൊരു പ്രസ്താവന, അവിടെ നിന്നാണ് ദിലീപ് സംശയത്തിൻ്റെ നേരിലേക്ക് വരുന്നത്, പ്രതി ചേർക്കുന്നത്, അറസ്റ്റിലാകുന്നത്, ജയിലിൽ പോകുന്നത്. പക്ഷെ അന്ന് മുതൽ അമ്മ സംഘടനയിലെ മിക്കവരും ദിലീപിനൊരു പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരുന്നത്. അത് മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലും സിദ്ദിഖ് പോലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും. പക്ഷെ അതേ സമയത്ത് പൃഥ്വിരാജിനെ പോലെ ചില ആളുകൾ, ആസിഫ് അലി, പൃഥ്വിരാജ്, അങ്ങനെ കുറേ ആളുകൾ, ബോബൻ കുഞ്ചാക്കോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നത്, അവരൊക്കെ ദിലീപിനെ എങ്ങനെയും വകവരുത്തണം എന്നുള്ളൊരു നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പം ഏതായാലും അറസ്റ്റ് നടന്ന സമയത്ത് ഇവരുടെ ദിലീപിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളുടെ പ്രതിരോധം അതെല്ലാം തകർന്ന് തരിപ്പണമായി. അങ്ങനെ മമ്മൂട്ടി അടക്കമുള്ള ആളുകളെ ഒത്തുചേർന്ന യോഗത്തിൽ വെച്ചാണ് ഇദ്ദേഹത്തെ പുറത്തേക്ക് ഇടാൻ തീരുമാനമായത്. അത് പഴയ കഥ, അതെല്ലാം കഴിഞ്ഞു. ഇപ്പം പുതിയ കഥ ആരംഭിച്ചിരിക്കുകയാണ്. ദിലീപ് തിരിച്ച് അമ്മ സംഘടനയിലേക്ക് വരാൻ പോകുന്നു. ഇവിടെ ചിന്താ വിഷയമായിട്ട് പല കാര്യങ്ങളുമുണ്ട്. ദിലീപ് ഈ പ്രശ്നത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടില്ല, അതെല്ലാവർക്കും അറിയാം. ഇങ്ങനൊരു ബലാത്സംഗ കേസിൽ അദ്ദേഹം നേരിട്ട് പങ്കെടുത്തിട്ടില്ല. പിന്നെ ഒരു സംശയമുള്ളത് ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ്. ഗൂഢാലോചന കേസിൽ അദ്ദേഹത്തിന് തെളിവില്ല. അങ്ങനെ തെളിവ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഗൂഢാലോചന നടത്തിയോ നടത്തിയില്ലേ എന്നുള്ളൊരു കാര്യത്തിൽ അതിൻ്റെ സത്യം എന്താണെന്ന് അറിയാൻ കോടതിക്ക് കഴിഞ്ഞിട്ടില്ല. സംഭവം കഴിഞ്ഞിട്ട് 8 വർഷമായി എന്ന് ആലോചിക്കണം. 3-4 മാസത്തോളം ദിലീപ് കസ്റ്റഡിയിലായിരുന്നു, ജയിലിലായിരുന്നു, കസ്റ്റഡിയിലായിരുന്നു, പോലീസ് കസ്റ്റഡിയിലായിരുന്നു. കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താൻ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടെന്ന് സാരം. പക്ഷെ എന്നിട്ടും ഗൂഢാലോചന നടന്നുവോ നടന്നില്ലയോ, നടന്നിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. അന്ന് അതിൻ്റെ അന്വേഷണം സിനിമാരംഗം ഈ അറ്റം മുതൽ അറ്റം വരെ വ്യാപിച്ചതായിരുന്നു. ദുബായിൽ വരെ അതിൻ്റെ അന്വേഷണങ്ങൾ നീണ്ടിട്ടുണ്ട്. സാക്ഷികളായിട്ടുള്ള ആളുകൾ മൊഴിമാറ്റം നടത്തുകയായിരുന്നു. കുത്തൊഴുക്കായിരുന്നു, മൊഴിമാറ്റത്തിൻ്റെ കുത്തൊഴുക്കാണ് അവിടെ നടന്നത്. ബാക്കി കയ്യിൽ കിട്ടിയ അല്പസ്വല്പം തെളിവുകൾ, അത് മുട്ടും ബലമില്ലാത്ത തെളിവുകൾ, ഇതാണ് കോടതിയിലെത്തിയത്. ബലാത്സംഗ കേസിൽ കോടതി ആരൊക്കെയാണോ പ്രതികളായിട്ട് കണ്ടിട്ടുള്ളത് അവരെ ശിക്ഷിക്കാൻ പോകുന്നവരെ 2 ദിവസത്തിനകത്ത് 12-ാം തീയതി മറ്റോ ശിക്ഷിക്കാൻ പോകുന്നു. കോടതിക്ക് അതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. ആരെയാണോ കുറ്റക്കാരായിട്ട് കാണുന്നത് അവരെ കുറ്റക്കാരായിട്ട് പ്രഖ്യാപിക്കും, പിന്നീട് ശിക്ഷ വിധിക്കും. നിരപരാധികളായിട്ട് കണ്ടവരെ മോചിപ്പിക്കാൻ ഉത്തരവിട്ടു. അതും സ്വാഭാവികം. കാരണം കോടതിയിൽ സത്യമല്ല അവിടെ ചർച്ച ചെയ്യുന്നത്, ന്യായമാണ്, സാഹചര്യ തെളിവുകളാണ്, സാക്ഷി മൊഴികളാണ്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അവിടെയുള്ള തീരുമാനം വരുന്നത്. ഏതായാലും കേസിൽ ദിലീപ് ഇപ്പോൾ അദ്ദേഹത്തിന് അഗ്നിശുദ്ധി എല്ലാം വരുത്തി പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയും കേസ് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സംഭവിച്ചതിൻ്റെ അടുത്ത എപ്പിസോഡായിരിക്കും സാധാരണഗതിയിൽ സംഭവിക്കുക. അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ കേസിൽ ഓടിയവർക്കും ഇനിയും കുറേ സമയം നഷ്ടം വരും, കുറേ ധനം നഷ്ടം വരും, കുറേ മാനനഷ്ടവും സംഭവിക്കും.
ഇനി മേൽക്കോടതികളുണ്ട്. അവിടേക്ക് പോയാലും ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ തന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ മേൽക്കോടതിയിലേക്ക് പോകുന്ന അതിജീവിത, അതിൻ്റെ പിന്നാലെ ഓടാൻ ഉള്ള ബാധ്യതയുള്ള അതിൻ്റെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ദിലീപ്, ഇവർക്ക് സംഭവിക്കാൻ പോകുന്നതാണ്. എങ്ങനെയാണെങ്കിൽ പോലും കുറേ സമയം നഷ്ടപ്പെടും, ധനവും നഷ്ടപ്പെടും, പിന്നെ അപ്പുറത്തോ ഇപ്പുറത്തോ മാനവും നഷ്ടപ്പെടും. പിന്നെ ഇതിനകത്ത് വക്കീലന്മാർ പറയും വിടരുത്. അത് അവരുടെ ലാവണം. വിട്ടുകൊടുക്കരുത്, നമുക്ക് മാനമാണ് വലുത്, തെളിവുകളുണ്ട്. പക്ഷെ ഈ കോടതി എന്തോ തെളിവുകൾ അങ്ങനെ മുഖവിലയ്ക്ക് എടുത്തില്ല, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. കേസ് ഞങ്ങൾ ഫ്രീ ആയിട്ട് വാദിക്കാം, അത് പറയില്ല കേട്ടോ. അത് പറയാൻ കഴിയില്ല, അവരുടെ ബിസിനസ് അതല്ലേ. ആയതുകൊണ്ട് തന്നെ ഇനിയും മുന്നോട്ടുള്ള പാതകൾ അതിലൂടെ ഇനിയും ഓടി ക്ഷീണിക്കാൻ നിൽക്കാതെ ഇവിടെ വെച്ച് കാര്യങ്ങൾ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ഇഷ്ടം. ഏതായാലും സിനിമാക്കാരയ്ക്ക് ഇപ്പം 2 പക്ഷമായി തിരിഞ്ഞു കഴിഞ്ഞു. വരാൻ പോകുന്ന താരയുദ്ധം, അതിനിങ്ങനെ ചക്രവ്യൂഹം, ഗരുഡവ്യൂഹം ഇതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ വ്യൂഹങ്ങളൊക്കെ ചമയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ശംഖധ്വനികളും മുഴങ്ങി. ഞാൻ അവരുടെ പക്ഷത്താണ്, ഞാൻ ഇവരുടെ പക്ഷത്താണ്, ഞാൻ അവരുടെ പക്ഷത്താണ്. അങ്ങനെ ശംഖധ്വനികളും മുഴങ്ങി തുടങ്ങി. ഒരു കൂട്ടം ആളുകൾ ദിലീപ് ആൺപക്ഷത്ത് നിൽക്കുന്നു, ദിലീപിൻ്റെ പക്ഷത്ത്. മറ്റൊരു കൂട്ടം ആളുകൾ അതിജീവിത പെൺപക്ഷത്ത് നിൽക്കുന്നു. ഉരുക്കു വനിതകൾ ആൺപക്ഷത്തുമില്ല പെൺപക്ഷത്തുമില്ല, 2 പക്ഷത്തും നിൽക്കാനാവാതെ ആണും പെണ്ണും കെട്ട പക്ഷമായിട്ട് നിൽക്കുന്നു. ആൺപക്ഷം ദിലീപിൻ്റെ, പെൺപക്ഷം അതിജീവിത. 2 പക്ഷത്തും ഈ ഉരുക്കു വനിതകൾക്ക് നിലയുറപ്പിക്കാൻ കഴിയില്ല. കാരണം അങ്ങനെ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടിയ സ്ഥാനം പൊട്ടിത്തെറിക്കും. സ്ഥാനം കിട്ടിയതോട് കൂടിയിട്ട് പട്ടിക്ക് എല്ലും കഷ്ണം കിട്ടിയ പോലെയാണ്. പട്ടിയുടെ കൊരയും ചാട്ടവും എല്ലാം അത് അവസാനിച്ചു. പിന്നെ ആ എല്ലും കഷ്ണമായിട്ട് ഒരാഴ്ച അതിൻ്റെ പുറകിൽ കൂടും. എല്ലും ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് മതി, അവനത് മതി. കൊച്ചുകുട്ടികൾ മാമ്പഴം കിട്ടുന്ന സമയത്ത് അവർ കത്തിയെടുക്കാനും അത് ചെത്തി അങ്ങനെ തിന്നാനും അവർ ശ്രമിക്കില്ല. അത് അവിടെ തന്നെ ഇരുന്ന് തിന്നും അവൻ. അങ്ങനെ തിന്ന് അതിൻ്റെ തൊലി അടക്കലെന്ന് അവൻ്റെ അണ്ടി മാത്രവും ബാക്കി. അത് അങ്ങനെ ഇമ്പി വലിച്ച് കണ്ടിട്ടുണ്ട്. അവൻ അമ്മ അച്ഛനോ ഒന്ന് പറയണം, സ്കൂളിൽ പോകുന്ന സമയത്ത് അടുത്ത് വലിച്ചെറിയിടാന്ന്. അപ്പോഴോ മനസ്സിലോ വലിച്ചെറിയുക. ഇതുപോലെ എല്ലും കഷ്ണം കിട്ടിക്കഴിഞ്ഞാൽ പട്ടികളും, ഉണക്കമീൻ കിട്ടിക്കഴിഞ്ഞാൽ പൂച്ചകളും ഇതുപോലെ തന്നെയാണ്. അവരൊക്കെയും പരിപൂർണമായിട്ട്, പിന്നെ അവർ ശബ്ദം പോലും ഉണ്ടാക്കില്ല. ഇതുപോലെയാണ് ഈ 2 ഉരുക്കു വനിതകൾക്ക് ഇപ്പോൾ പ്രസിഡന്റിൻ്റെയും സെക്രട്ടറിയും സ്ഥാനം കിട്ടിയത്. ഈ പറയുന്ന ശ്വേതാ മേനോനും മറ്റേ കുക്ലൂസ് 2 അതോടുകൂടി ഇപ്പം എന്തായി? അവർ ഒരു പക്ഷവും ഇല്ല, ആൺപക്ഷവുമില്ല പെൺപക്ഷവും ഇല്ല. ആണും പെണ്ണും കെട്ട ജന്മങ്ങളായിട്ട് അമ്മ പ്രസിഡന്റും അമ്മ സെക്രട്ടറിക്കും ഇനി അവിടെ തന്നെ ഇങ്ങനെ അടിച്ച് ഉറപ്പിച്ചിങ്ങനെ ഇരിക്കാം. മിണ്ടിയാൽ സ്ഥാനം തെറിക്കും. അങ്ങനെ എന്തായി? ഉരുക്കു വനിതകൾ ഇപ്പോൾ പാറിപ്പറക്കുന്ന പഞ്ഞിത്തുണ്ടുകളായിട്ട് മാറി. അല്ലാതെ നമ്മൾ പറയാറില്ലേ, പവനായി ശവമായി എന്ന് പറയുന്ന പോലെ. ഇതിനകത്ത് മറ്റൊരു സംശയം എൻ്റെ മനസ്സിൽ കടന്നു വന്ന സംഭവമാണ്. അതിജീവിത എന്ന് പറഞ്ഞാൽ അത് സ്ത്രീയാണെന്ന് ഉറപ്പായി, പെണ്ണാണെന്ന് ഉറപ്പായി. അപ്പം ഐഡൻറ്റിറ്റി വെളിവാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കോടതി. ഇരയായിട്ട് വരുന്നത് ആണാണോ പെണ്ണാണോ എന്ന് വെളിവാടാക്കാൻ പാടില്ലല്ലോ. അപ്പം അതിജീവിത എന്ന പേരിടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ കേരളത്തിലാണെങ്കിലും ലോകത്താണെങ്കിലും പപ്പാതിയാണല്ലോ ആണും പെണ്ണും. ഏകദേശം പപ്പാതിയായിട്ടാണല്ലോ വരിക, 50%. അതിജീവിത എന്ന പേരിടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കേരളത്തിലുള്ള 50% ആണുങ്ങൾ അതിന് പറ്റത്തില്ല, പെണ്ണുങ്ങളാണ് ഇരകൾ എന്ന് വരികയല്ലേ ചെയ്യുന്നത്. അപ്പം ഈ അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ഐഡൻറ്റിറ്റി വെളിപാടാകുകയാണല്ലോ ചെയ്യുന്നത്. ഇര ഒരു പെണ്ണാണെന്ന് വരികയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇരയെ അഭിസംബോധന ചെയ്യാൻ വേണ്ടിയിട്ട് ഫെമിനിൻ അത് പറ്റില്ല. അതുപോലെ തന്നെ മാസ്കുലിൻ അതും പറ്റില്ല. അതായത് സ്ത്രീലിംഗവും പുല്ലിംഗവും പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? ഒരു ന്യൂട്രൽ
ഒരു ന്യൂട്രലായിട്ടുള്ള എന്തെങ്കിലും ഒരു പേര് കണ്ടെത്തണം. നമ്പർ ഇട്ടാലും മതി, ABC എന്നോ അല്ലെങ്കിൽ 1 2 3 എന്നോ ഒക്കെ നമ്പർ ഇട്ട് വിളിച്ചാലും കുഴപ്പമില്ല. അതിജീവിത എന്ന് വിളിക്കുമ്പോൾ ഐഡൻറ്റിറ്റി വെളിപാടാകും. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രം. നമസ്കാരം.